ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ ടേസ്റ്റി ആയിട്ട് മട്ടൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 5 മീഡിയം സൈസിലുള്ള സവോള ചേർക്കുവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ മട്ടനാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് 5 മീഡിയം സൈസിലുള്ള സവോള നീളത്തിന് അരിഞ്ഞതും 1 കപ്പ് ഉള്ളിയും കൂടെ ചേർക്കുവാണ്. സവോള കുറച്ചിട്ട് ഉള്ളി കൂടുതൽ ചേർത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 മീഡിയം സൈസിലുള്ള സവോളയും 1 കപ്പ് ഉള്ളിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഉപ്പ് ചേർക്കുവാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവോള ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കുവാണ്. അതോടൊപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർക്കുവാണ്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഒത്തിരി അങ്ങ് അരഞ്ഞ് പാകാതെ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. സവോള നല്ല സോഫ്റ്റായിട്ട് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. 2 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിന് അനുസരണം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. അതാകുമ്പം അധികം എരിവുണ്ടാവില്ല, നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുവാണ്. മീറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയാണ്. മല്ലിയില ചേർക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മട്ടൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അത് നമ്മൾ ഇതുപോലെ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അവസാനം ചേർക്കാൻ നിൽക്കരുത്, ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടിയുടെയും മല്ലിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മല്ലിയില ഈ ഒരു ടൈം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സമയം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കാണ് ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൻ കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ബീഫ് കറി അതുപോലെ ബീഫ് ഫ്രൈക്കൊക്കെ കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോഴത്തേക്കാണ് ടേസ്റ്റ്. പക്ഷേ നമ്മുടെ ഈ മട്ടൻ കറിക്ക് മല്ലിയില ചേർക്കുമ്പോഴത്തേക്കായിരിക്കും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മസാല ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കുകയാണ്. 3 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മസാലയുടെയൊക്കെ ഒരു പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 തക്കാളി ചേർക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം കേട്ടോ, അതുവരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചാൽ തക്കാളി പെട്ടെന്ന് വെന്ത് വന്നോളും. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിന് വേണം മസാല റെഡിയാക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. മട്ടനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു മസാലയെല്ലാം മട്ടനിലേക്കൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ 1-2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ.
ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് മട്ടനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് വേണം നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് നല്ല തിളച്ച വെള്ളമോട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ചേർക്കരുത്, നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ടേസ്റ്റും ഒരു ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് ഗരം മസാലയും എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മളെടുക്കുന്ന മട്ടൻ്റെ വേഗം അനുസരിച്ചിട്ടും അതുപോലെ കുക്കർ അനുസരിച്ചിട്ടും നിങ്ങൾ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്ലെയിം ഒന്നുകൂടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ടൈം ഉപ്പ് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതോടൊപ്പം നമുക്കിതിലേക്ക് വേണേൽ കുറച്ചും കൂടി ഗരം മസാല ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ആദ്യം ചേർത്ത 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറി ഒന്ന് പാകത്തിനൂടെ കുറുകി വന്നിട്ടുണ്ട്. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.